ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പാലക്കുന്ന് ഭരണി മഹോത്സവത്തിൻ്റെ വീഡിയോ എന്താ ചെയ്യത്തേന്ന്. അപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ലേറ്റായി പോയി, എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും കുറച്ച് ലേറ്റായി പോയി. അപ്പോൾ ഇത് മാർച്ച് 10 എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഞാനും രാഹുലേട്ടനും ചിക്കുട്ടനും കൂടിയാണ് പാലക്കുന്ന് അമ്പലത്തിലേക്ക് പോകുന്നത്. അപ്പോൾ കണ്ണനെ ഞങ്ങൾ കൂട്ടിയില്ല കേട്ടോ. കണ്ണനെ അമ്മൂമ്മയെടുത്തും അമ്മയെടുത്താക്കിയിട്ട് ഞങ്ങളിതേ പാലക്കുന്ന് മൊത്തം കറങ്ങാണ്. അങ്ങനെ അമ്പലത്തിൽ പോയി തൊഴുതിന് ശേഷം അത് ഞാൻ വീഡിയോ ആയിട്ട് എടുത്തില്ല കേട്ടോ, ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ ദേ നമ്മൾ ചന്തയിലേക്ക് പോവാണ്. അപ്പോൾ ചന്ത ഭയങ്കര വീക്ക്നെസ്സാണ്, എനിക്ക് ഭയങ്കര വീക്ക്നെസ്സാണ് ചന്തയിലേക്ക് പോകാൻ. അങ്ങനെ ചന്തയിലെത്തി. ചന്തയിൽ നിന്നൊന്നും വാങ്ങിയിട്ടില്ലെങ്കിൽ അതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇത് 10-ൻ്റെ 20-ൻ്റെ സെക്ഷനാണ്, ഏതെടുത്താലും 10, 20. അപ്പോൾ അവിടുന്ന് ഞാൻ 2-3 സാധനങ്ങൾ എടുത്തു കേട്ടോ. അത്യാവശ്യത്തിന് വേണ്ട 2-3 സാധനങ്ങൾ എടുത്തു. ഇത് കമ്മലിൻ്റെ സെക്ഷനാണ്. ഒരുപാട് കമ്മലുണ്ടായിരുന്നു കേട്ടോ, എന്തോരം കമ്മലായിരുന്നെന്നറിയോ. പിന്നെ ഒരുപാട് ഫാൻസി ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു, കുഞ്ഞു വളകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കാണുമ്പോൾ എനിക്കൊരു പെണ്ണു കുഞ്ഞ് വേണമെന്നൊക്കെ ഭയങ്കര ഒരു മോഹമായി കേട്ടോ. അങ്ങനെ പിന്നെ ഹെയർ പിൻ അങ്ങനെയൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു കൊതിയായിപ്പോയി. കണ്ണന് എന്തായാലും നമുക്കതൊന്നും ഇട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കണ്ടോ, പാലക്കുന്ന് തൊട്ട് പള്ളം വരെ മൊത്തം 2 സൈഡ് ചന്തകളാണ്. ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് 80 രൂപയുടെ ടോയ്സൊക്കെ വിൽക്കുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കണ്ണന് ഒരു കളിപ്പാട്ടൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതെടുക്കേണ്ടത് കൺഫ്യൂഷനാണ്. ഒരുപാട് ഐറ്റംസ് ഉണ്ട്, ഒരു കുന്ന് പോലെ ടോയ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഐറ്റംസ് നമ്മൾ മേടിച്ചു കേട്ടോ. നമ്മളൊരു JCBയുടെ ഒരു സെറ്റ് മേടിച്ചു 80 രൂപയ്ക്ക്. അപ്പോൾ അതേ നമ്മളങ്ങനെ എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ഒരു വീഡിയോന് വേറൊരു സ്പെഷ്യലും കൂടി ഉണ്ട് കേട്ടോ. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്, പാലക്കുന്ന് ഭരണിക്ക് വരുന്നത്. പിന്നെ ഏകദേശം ഒരു 4-5 വർഷമായി ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് അതിനുള്ള ഭാഗ്യം കിട്ടിയത്. നമുക്ക് ഓരോന്നിനും ഓരോ ടൈം ഉണ്ടെന്നല്ല പറയാതെ, ഇപ്പോഴാണ് എനിക്ക് അതിനുള്ള ടൈം കിട്ടിയത്. അപ്പോൾ ഇത് ഫാൻസി ടോയ്സ് 5 രൂപ, 10, 20, 30 ആ ഒരു രൂപയ്ക്ക് വരുന്ന ആ ഒരു പ്രൈസിന് വരുന്ന സാധനങ്ങളാണ് ഇവിടെ കൂടുതലുള്ളത് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അധിക സാധനങ്ങളൊന്നും നമ്മൾ മേടിച്ചില്ല, നമ്മൾ കൂടുതൽ ഫുഡാണ് ട്രൈ ചെയ്തത് കേട്ടോ. അങ്ങനെ കുറേ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന ടൈമിലാണ് ഈ ഒരു സംഭവം എൻ്റെ കണ്ണിൽ പെട്ടത് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യണം എന്ന് വിചാരിച്ചു. ഞാൻ ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഭയങ്കര ഒരു മോഹമായിരുന്നു ഇത് ഒന്ന് ട്രൈ ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ കുറേ സ്ഥലത്ത് ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പ്രത്യേക ഒരു മോഹം വന്നു, എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണമെന്ന്. കുറേ പേര് റോഡ് സൈഡിൽ നിന്ന് ഇങ്ങനെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കര ഒരു മോഹമായി എന്തായാലും ഇത് കഴിക്കണമെന്ന്. അങ്ങനെ ആ ചേട്ടനോട് ഒരെണ്ണം പറഞ്ഞു കേട്ടോ. ഞങ്ങൾ 3 പേരുണ്ട്, 3 പേര് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒരെണ്ണം പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തതിന് ശേഷം അവരൊരു കമ്പ് കുത്തിയിട്ട് അതിൽ ബാറ്റർ മുക്കിയിട്ട് അത് ഫ്രൈ ചെയ്ത് തന്നും. എന്നിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം അതിലേക്ക് ഇത് ചാറ്റ് മസാല കേട്ടോ, ചാറ്റ് മസാലയാണ് ഇടുന്നത്. അതിട്ടതിന് ശേഷം അതിൽ മയോണൈസ് പിന്നെ എന്തോ ഒരു കെച്ചപ്പൊക്കെ ഇട്ടിട്ട് എനിക്ക് തന്നു കേട്ടോ. ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു, എൻ്റെ മുഖം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. അങ്ങനെ ഞാൻ ടേസ്റ്റ് ചെയ്യാണ്, വായിൽ വെക്കാൻ ഒരു കുളത്തിലായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം ഭയങ്കര സന്തോഷത്തിലായിരുന്നു, പക്ഷേ എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. ഞാനിത് ചിക്കുട്ടനോടും രാഹുലേട്ടനോടും തിന്നാൻ പറഞ്ഞോട്ടെ, എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. എനിക്ക് എന്തോ ഇഷ്ടമായില്ല. അങ്ങനെ എങ്ങനെയൊക്കെയോ നമ്മളത് കഴിച്ച് തീർത്ത്. നമ്മൾ 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കഴിച്ച് തീർത്തു കേട്ടോ. പിന്നെ പൈസ കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും പൈസയ്ക്ക് മൂല്യം കാണിക്കണമല്ലോ, അതുകൊണ്ട് എല്ലാം കഴിച്ച് തീർത്തു. എനിക്ക് ഒട്ടും ഇഷ്ടമില്ല കേട്ടോ, എനിക്ക് നാവിന് എന്തോ തരിപ്പില്ല പോലെ തോന്നി കേട്ടോ, എനിക്കിഷ്ടമായില്ല. അങ്ങനെ നമ്മൾ വീണ്ടും അലയാണ്. അങ്ങനെ നമ്മളൊരു ഗ്ലാസിൻ്റെ സെക്ഷനിലെത്തിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഒരെണ്ണം മേടിക്കണം എന്ന് വിചാരിച്ചു, പക്ഷേ എനിക്ക് അത് മേടിക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ദേ ഇവിടെ ഫെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ അതിനുള്ളിൽ കയറിയില്ല കേട്ടോ. ആരെയും കണ്ടില്ല, അതുകൊണ്ട് നമ്മൾ അതിനുള്ളിൽ കയറിയില്ല. പിന്നെ ഒരുപാട് ചെടികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സെക്ഷൻ ചിക്കുട്ടൻ്റെ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു സെക്ഷനാണ് കേട്ടോ, റിങ് എറിഞ്ഞിട്ട് സാധനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ ചിക്കുട്ടൻ മുൻപൊക്കെ ഭരണിക്ക് വരുന്ന ടൈമിൽ ഈ ഒരു സെക്ഷനിൽ എന്തായാലും പങ്കെടുക്കുക. അപ്പോൾ ഒരെണ്ണമെങ്കിലും ചിക്കുട്ടന് കിട്ടാറുണ്ട്. ഇപ്രാവശ്യം നമ്മൾ സാധനങ്ങൾക്ക് പകരം പൈസയുടെ ആ ഒരു ഭാഗത്താണ് എറിഞ്ഞത് കേട്ടോ. അപ്പോൾ ഏകദേശം 30 രൂപയ്ക്ക് 5 റിങ്സാണ് കിട്ടുന്നത്. അതിൽ 4ാമത്തെ റിങ്സിൽ ചിക്കുട്ടന് കിട്ടി കേട്ടോ. അപ്പോൾ ചിക്കുട്ടൻ ഭയങ്കരമായിട്ട് ഹാപ്പിയായി. ചിക്കുട്ടന് കിട്ടിയത് 200 രൂപയാണ്, അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഹാപ്പിയായി. ആ ഒരു ഹാപ്പിനെസ്സിൻ്റെ പേരിൽ നമ്മൾ ഫലൂഡ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ഒരു ഫലൂഡയുടെ വണ്ടി കണ്ടു. അപ്പോൾ എന്തായാലും നമ്മൾ ഫലൂഡ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചിക്കുട്ടനും രാഹുലേട്ടനും ഒരു കുൾഫി പറഞ്ഞു. എനിക്ക് കുൾഫി ഒട്ടും ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ ഞാൻ കുൾഫി മേടിച്ചില്ല. ഞാൻ ഫലൂഡ ആട്ടോ ട്രൈ ചെയ്തത്. ചോക്ലേറ്റ് ഫലൂഡ ആയിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. അതിൻ്റെ മുകളിൽ ഐസ്ക്രീം ആയിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. എനിക്കെന്തോ ചോക്ലേറ്റിനോട് ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ടാവാം എനിക്ക് ചോക്ലേറ്റ് ഫലൂഡ ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. നമ്മൾ ഒരു തവണയെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.
അങ്ങനെ നമ്മൾ ഫലൂദയൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഫലൂദയ്ക്ക് ഒരെണ്ണത്തിന് 80 രൂപ കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ കുറച്ചും കൂടി നടക്കുന്ന ടൈമിൽ ഭയങ്കരമായിട്ട് ചൂടെടുക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു സൈഡ് ഈ ഒരു സംഭവം കണ്ടു കേട്ടോ. ഇത് നാച്ചുറൽ സോഡ മാജിക്കാണ്. അപ്പോൾ രാഹുലേട്ടന് ഇത് ട്രൈ ചെയ്യണം തോന്നി. എനിക്ക് ട്രൈ ചെയ്യണം എന്നുണ്ടായിരുന്നില്ല, രാഹുലേട്ടന് ഇത് ട്രൈ ചെയ്യണം തോന്നി. അങ്ങനെ 2 ഗ്ലാസ് ഞങ്ങൾ പറഞ്ഞു കേട്ടോ. അങ്ങനെ അവരിതേ നമുക്കത് ഉണ്ടാക്കി തരാണ്. അതിലേക്ക് മാംഗോ ആണോ പൈനാപ്പിൾ ആണോ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ. അതിൻ്റെ ജ്യൂസും പിന്നെ പച്ചമുളക്, പുതിനയില, നാരങ്ങാനീര് ഇതൊക്കെ ചേർത്തിട്ട് സോഡയും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമുക്കിത് തരുന്നത് കേട്ടോ. അപ്പോൾ ഏതോ ചാനലിൽ ഇവരുടെ വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് ഇവർ അതിൻ്റെ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ എടുത്തിട്ട് ചോദിച്ചപ്പോൾ അവരെന്തായാലും എടുത്തോന്ന് പറഞ്ഞു. ഒരെണ്ണത്തിന് 50 രൂപയാണെന്ന് തോന്നുന്നു, 50 രൂപയാണ്. അങ്ങനെ ഒരു ഗ്ലാസ് എൻ്റെ കയ്യിൽ തന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുടിച്ചപ്പം എനിക്ക് വലിയ ടേസ്റ്റായിട്ട് തോന്നില്ല, പക്ഷെ നല്ലൊരു ഫ്രഷ്നെസ് ഫീലാട്ടോ എനിക്ക് തോന്നി. ഈ ഒരു ചൂട് സമയത്ത് ഭയങ്കര ഒരു ഫ്രഷ്നെസ് ഫീലാണ് തോന്നുന്നത്. അങ്ങനെ നമ്മൾ ഭരണി മിഠായിയൊക്കെ മേടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.